അരയിൽ മറ്റൊരു കയർ കെട്ടിയിട്ടുണ്ട്. ഇത് മുകളിൽ ഉടക്കിയിട്ട ശേഷം താഴെയെത്തി പൊട്ടിപ്പോയ കയർ ഉയർത്തിയെടുക്കാം. പിന്നെ അവ വലിച്ച് താഴെയെത്തിച്ച് കൂട്ടിപ്പിടിപ്പിക്കാം. ഇതായിരുന്നു പദ്ധതി. കണ്ണ് കവിഞ്ഞ് കടൽ. 1 മണിക്കൂർ നേരത്തെ കഠിനാധ്വാനം കൊണ്ട് ഒരു വിധത്തിൽ മുകളിലെത്തി. അരയിൽ കെട്ടിയ കയർ മുകളിലേക്ക് വലിക്കാൻ ശ്രമിച്ചിട്ട് നടക്കുന്നില്ല. താഴെ എന്താണ് സംഭവിച്ചതെന്ന് നോക്കിയപ്പോൾ നിരാശയുടെ കൊടുങ്കാറ്റടിച്ചു. അരയിൽ കെട്ടിക്കൊണ്ട് കയറിയ കയർ താഴെ റഡാറിൽ ചുറ്റിക്കിടക്കുന്നു. പായ്മരത്തിന് മുകളിൽ ഇരുന്നു കൊണ്ട് ആ കെട്ടഴിച്ചു വിടാൻ സാധിക്കില്ല. താഴേക്ക് ഇറങ്ങുക തന്നെ. നെഞ്ചുരച്ച് ഒരുവിധം താഴെ എത്തിയപ്പോഴേക്കും ശരീരം വേദന കൊണ്ട് നീറാൻ തുടങ്ങി. റഡാറിൽ കുടുങ്ങിപ്പോയ കയർ അഴിച്ചുവിട്ടു. വീണ്ടും മുകളിലേക്ക്. എല്ലാം തനിയാവർത്തനം പോലെ. ഒരു വിധത്തിൽ മുകളിലെത്തി. ഇത്തവണ കയർ ഒരിടത്തും ഉടക്കിയിട്ടില്ല. ഭാഗ്യം. വെറുതെ താഴെ കടലിലേക്ക് നോക്കി. 2 സെക്കൻഡ് നേരത്തേക്ക് ഹൃദയമിടിപ്പ് നിന്നുപോയി. താഴെ തുണ്ടുപോലെ മാതേയിയുടെ മേൽത്തട്ട്. ചുറ്റിനും കണ്ണ് നിറഞ്ഞ് കവിഞ്ഞ് കടൽ. കരയുടെയോ ഒരു കടൽ പക്ഷിയുടെയോ പോലും സാന്നിധ്യമില്ലാത്ത കടൽ. കടൽ മാത്രം. ആദ്യമായി ഏകാന്തതയുടെ വലിപ്പമറിഞ്ഞത് ഇപ്പോഴാണ്. ഇത്ര ഭീകരമായ ഒരു കാഴ്ചയായിരിക്കും അതെന്നോർത്തില്ല. ഏകാന്തത കൂടിക്കൂടി വന്നു. മനസ്സിലൂടെ എന്തൊക്കെയാണ് കടന്നുപോയത് എന്ന് ഒരു നിശ്ചയവുമില്ല. മാതേയിയുടെ മേൽത്തട്ടിൽ നിന്ന് നോക്കുമ്പോൾ കാണുന്നതല്ല ഞങ്ങൾ സഞ്ചരിക്കുന്ന കടൽ. മേൽത്തട്ടിലെ കാഴ്ചയിൽ കടൽ ചെറുതാണ്. കണ്ണെത്താ ദൂരം പരന്നു കിടക്കുമെങ്കിലും അതിന് ഇത്ര വിശാലതയുണ്ടെന്ന് മനസ്സിലാവില്ല. ഇവിടെ കടൽ കരകാണാതെ പരന്നു കിടക്കുന്നു. ഏറെക്കുറെ ശാന്തമാണെങ്കിലും ആ ശാന്തത നമുക്കൊട്ടും ശാന്തി പകരില്ല. കയർ കെട്ടാനുള്ള ജോലി തുടങ്ങുമ്പോൾ ചെറുതായി കാറ്റടിച്ചു. മാതേയി ഒന്നുലഞ്ഞു. പായ്മരത്തിന് മുകളിലിരുന്ന ഞാൻ അതിലേറെ ഉലഞ്ഞു. മാതേയി 30 ഡിഗ്രി ചരിയുമ്പോൾ അതെനിക്ക് 60 ഡിഗ്രി പോലെയാണ് അനുഭവപ്പെടുക. പായ്മരത്തിന് മുകളിലിരുന്ന് സകല ദൈവങ്ങളെയും വിളിച്ചു. ഏകാന്തതയുടെ ഈ കടലാഴത്തിൽ അസ്വാഭാവികമായി ഒന്നും സംഭവിക്കരുതേ എന്നായിരുന്നു എന്റെ പ്രാർത്ഥന. ഈ സമയത്ത് സാമാന്യം വേഗത്തിൽ മുന്നേറുകയാണ്. മുകളിൽ ഇരിക്കുമ്പോൾ ആ വേഗവും എനിക്ക് ഇരട്ടിയായി തോന്നുന്നു. എത്ര സമയമെടുത്തു എന്നറിയില്ല. കയർ മുകളിൽ ഇണക്കി താഴെയെത്തി. അപ്പോഴും നടുക്കുന്ന ഏകാന്തത എനിക്ക് ചുറ്റും കടല് പോലെ കൈവിരിച്ചു നിൽക്കുന്നുണ്ടായിരുന്നു. തിരിച്ചെത്തി ആകാശത്തിലേക്ക് കണ്ണും നട്ട് കിടക്കുമ്പോൾ പുതുവത്സര ദിനത്തിൽ നാവികസേനാ മേധാവി അയച്ച സന്ദേശമാണ് ഓർമ്മയിലെത്തിയത്. Your mission continues to be perilous, requiring both physical vigor and resilience. There will be situations which will demand meeting challenges head-on and calculated risks to an extent beyond what one encounters in normal life. It is under these circumstances that your years of training and maturity will stand you in good stead and drive you forth to success. ശരിയാണ്. കേഡറ്റായിരുന്നപ്പോൾ ഒരു സ്റ്റേഷനറി കയറിൽ വലിഞ്ഞു കയറാനോ 25 മീറ്റർ നീളം മാത്രമുള്ള നീന്തൽ കുളത്തിൽ ഒരറ്റത്ത് നിന്ന് അപ്പുറത്തേക്ക് നീന്താനോ കഷ്ടപ്പെട്ടിരുന്നയാളാണ് ഞാൻ. ഇപ്പോൾ പൂർത്തിയാക്കിയ ഒട്ടും ചെറുതല്ലാത്ത ഈ ജോലിക്ക് വരെ എന്നെ പ്രാപ്തനാക്കിയ ഇന്ത്യൻ നാവികസേനയ്ക്ക് വലിയൊരു സല്യൂട്ട്. വിളിച്ചുണർത്തുന്ന ദുസ്വപ്നങ്ങൾ. പ്രശ്നങ്ങൾ തൽക്കാലത്തേക്ക് അവസാനിച്ചെങ്കിലും മനസ്സിൽ നിന്ന് പായ്മരവും അതിനു മുകളിൽ നിന്ന് കണ്ട കടലും വിട്ടുപോകുന്നില്ല. ഉറക്കത്തിൽ പലവട്ടം ദുസ്വപ്നങ്ങൾ കണ്ട് ഞാൻ ഞെട്ടി ഉണർന്നു. ചില നേരങ്ങളിൽ എന്റെ സ്വപ്നങ്ങൾ വർണ്ണാഭമായിരുന്നു. എന്നാൽ ഒട്ടുമിക്ക സമയത്തും അവ നരച്ച ജീവിത ദുരന്തങ്ങളായി എന്നെ വേദനിപ്പിച്ചുകൊണ്ടിരുന്നു. മരുഭൂമിക്ക് നടുവിൽ മോടിയായി വസ്ത്രം ധരിച്ച ഒരു യുവതിയെ ഞാൻ സ്വപ്നത്തിൽ കണ്ടു. എന്നാൽ അടുത്ത സ്വപ്നത്തിൽ എന്റെ വിമാനം ഒരു മതിലിൽ ഇടിച്ച് തകർന്നു. ഞെട്ടി ഉണർന്നപ്പോൾ നീലക്കടലും മാതേയിയും മാത്രം ബാക്കി. കുറെ നേരത്തേക്ക് ഉറക്കം വേണ്ടെന്ന് തീരുമാനിച്ചു. പോയിന്റ് നെമോ. ഏതാനും ദിവസം കൂടി പിന്നിട്ടപ്പോൾ ഞങ്ങൾ പോയിന്റ് നെമോയിലെത്തി. കരയിൽ നിന്ന് ഏറ്റവും അകലെയുള്ള കടൽ മേഖലയാണിത്. നെമോ എന്ന ഫിക്ഷൻ കഥാപാത്രത്തിന്റെ പേരിലാണ് ഇവിടം അറിയപ്പെടുന്നത്. കരയിൽ കിഴക്ക് നിന്നും പടിഞ്ഞാറ് നിന്നും 2000-ലേറെ കിലോമീറ്റർ അകലമുണ്ട് ഇവിടേക്ക്. കപ്പലുകൾ സഞ്ചരിക്കാത്ത വഴി. ദക്ഷിണ പസഫിക്കിലെ ഈ ഭാഗത്ത് വെച്ച് ഒരു അപകടമുണ്ടായാൽ മറ്റൊരു കപ്പൽ രക്ഷാപ്രവർത്തനത്തിന് ഇവിടെ എത്താൻ ആഴ്ചകൾ എടുക്കും. ഈ കണക്കുകൾ ഞങ്ങളുടെ ആവേശം ഇരട്ടിപ്പിച്ചതേയുള്ളൂ.
18 രാവിലെ രേഖാംശത്തിൽ 108 ഡിഗ്രി പടിഞ്ഞാറു ഭാഗത്ത് ഞങ്ങളെത്തി. ഭൂമിശാസ്ത്രപരമായി ഈ ഏകാന്ത യാത്രയുടെ നേർപകുതി പൂർത്തിയായിരിക്കുന്നു. എന്നാൽ കേപ്പ് ഹോണാണ് ഞങ്ങൾ യാത്രയുടെ പകുതിയായി കണക്കാക്കുന്നത്. പസഫിക്കും അറ്റ്ലാന്റിക്കും കണ്ടുമുട്ടുന്നത് ഇവിടെയാണ്. ദക്ഷിണായനം പൂർത്തിയാവുന്നതും ഇവിടെ. കേപ്പ് ഹോൺ മുതൽ കാലാവസ്ഥ തിരിച്ചടിക്കാൻ തുടങ്ങും. ചൂടിൽ നിന്ന് പതിയെ പതിയെ കൊടും തണുപ്പിലേക്ക് കടന്ന പോലെ തിരിച്ച് പതിയെ പതിയെ ചൂടിലേക്കുള്ള മടക്കയാത്ര. അവിടം മുതൽ മഞ്ഞുകട്ടകളെക്കുറിച്ചുള്ള ഭയം മാറ്റിവെച്ച് അതിനേക്കാൾ ഭീതിതമായ മറ്റ് ആകുലതകളിലേക്ക് കണ്ണും നട്ടിരിക്കാം. കുറെ കാലത്തേക്ക് ഇനി കുളിയില്ല. ഇതിനിടെ കടൽ ജലത്തെ ശുദ്ധജലമാക്കി മാറ്റുന്ന റിവേഴ്സ് ഓസ്മോസിസ് പ്ലാന്റ് കേടായി. പലവട്ടം ശ്രമിച്ചെങ്കിലും ഇനി അത് പ്രവർത്തിക്കുന്നില്ലെന്ന് ഉറപ്പായി. മാദേയിൽ കരുതിയിരിക്കുന്ന ശുദ്ധജലം മാത്രമാണ് ആശ്രയം. 600 ലിറ്റർ ടാങ്കിൽ ഏകദേശം 300 ലിറ്റർ കൂടി ബാക്കിയുണ്ട്. കുപ്പികളിൽ കരുതിയ വെള്ളം വേറെയും. സൂക്ഷിച്ചുപയോഗിച്ചാൽ തിരികെ എത്തും വരെ കുടിക്കാൻ ഈ വെള്ളം ധാരാളം. പക്ഷേ കുളി അതോടെ നിന്നു. കടൽ ജലത്തിന് തണുപ്പ് വളരെ കൂടുതൽ. 6 ഡിഗ്രി തണുപ്പിൽ കടൽ വെള്ളത്തിൽ കുളിക്കുന്നത് പുതുവർഷത്തിന്റെ തുടക്കത്തിൽ കാട്ടുന്ന ഏറ്റവും വലിയ അതിസാഹസികതയാവും. വെള്ളം ചൂടാക്കാനുള്ള സംവിധാനം കൂടിയാണ് കേടായിരിക്കുന്നത്. ടാങ്കിലെ ശുദ്ധജലം ചൂടാക്കാൻ സംവിധാനം വേറെയുണ്ട്. അത് ചൂടാക്കി കുളിച്ചാൽ കുടിവെള്ളം മുട്ടും. അതിനാൽ കാലാവസ്ഥ ചൂടിലേക്ക് തിരികെ വരും വരെ കുളിക്കാതിരിക്കുക മാത്രമായി ഈ പോംവഴി. വിയർപ്പിന് ഇതുവരെ ഇല്ലാത്ത രൂക്ഷഗന്ധം സ്വയം സഹിക്കാൻ തീരുമാനിച്ചു. കേപ്പ് ഹോൺ അടുത്തു വരികയാണ്. നാവികരുടെ എവറസ്റ്റ് എന്നറിയപ്പെടുന്ന മുനമ്പ് ഞങ്ങളെ സ്വാഗതം ചെയ്യാൻ ഒരുങ്ങുന്നു. 9. നാവികരുടെ എവറസ്റ്റിൽ. കടലിലെ എവറസ്റ്റ് എന്ന് കേപ്പ് ഹോണിന് പേര് വരാൻ ഒന്നല്ല ഒട്ടേറെ കാരണങ്ങളുണ്ട്. ലോകത്ത് നാവികർക്ക് ഏറ്റവും അപ്രാപ്യമായ കടലാണിത്. പസഫിക്കും അറ്റ്ലാന്റിക്കും ഇവിടെ കണ്ടുമുട്ടുന്നു. എവറസ്റ്റ് കൊടുമുടിയുടെ മുകളിൽ കയറിയവർ അധികം പേരില്ലല്ലോ. കടലിലെ ഏകാന്ത യാത്രികരുടെ കാര്യവും അതുപോലെയാണ്. കേപ്പ് ഹോൺ ചുറ്റിവരുന്ന നാവികർക്ക് ചില രസകരമായ അവകാശങ്ങളുണ്ട്. അതിലൊന്ന് കാതിൽ ഒരു കടുക്കൻ അണിയാമെന്നതാണ്. ഏതു വശത്തുകൂടിയാണോ കേപ്പ് ഹോൺ ചുറ്റിയത് ആ വശത്തെ കാതിലാണ് കടുക്കനിടേണ്ടത്. ഞങ്ങൾ ഇടതുവശത്തുകൂടിയാണ് കേപ്പ് ഹോൺ ചുറ്റാൻ ഒരുങ്ങുന്നത്. എന്റെ ഇടതു കാതിൽ ഇടാനായി ഇതിനകം തന്നെ സുഹൃത്തുക്കളിൽ ഒരാൾ കടുക്കൻ വാങ്ങി വെച്ച് കഴിഞ്ഞത്രേ. കേൾക്കുമ്പോൾ രസകരമെന്ന് തോന്നുന്ന മറ്റൊരു അവകാശം കൂടി കേപ്പ് ഹോൺ ചുറ്റി വന്നാൽ കിട്ടും. മുതിർന്ന ഓഫീസർമാർ പങ്കെടുക്കുന്ന വിരുന്ന് സൽക്കാരങ്ങളിൽ കേപ്പ് ഹോൺ ചുറ്റിയ നാവികൻ കേപ്പ് ഹോണർ തീന്മേശയിൽ വേണമെങ്കിൽ കാലെടുത്തു വെക്കാം. എത്ര രസകരമായ ആചാരങ്ങളെന്ന് തോന്നിപ്പോകാം. എന്നാൽ പറയും പോലെ ഒട്ടും എളുപ്പമല്ല കേപ്പ് ഹോണിനെ വലം വയ്ക്കൽ. കാലാവസ്ഥാ പ്രവചനങ്ങളോട് ഇവിടെ കടലിന് ഒട്ടും മമതയില്ല. കനമുള്ള കാറ്റ്, ഉയരം കൂടിയ തിരമാലകൾ, അതിശക്തമായ ഒഴുക്ക്, തണുപ്പ്, കാഴ്ചയിലെ അവ്യക്തത തുടങ്ങിയവയെ എല്ലാം നേരിടണം. ഒരിക്കൽ കേപ്പ് ഹോൺ ചുറ്റിയ ഒരാൾക്ക് ആത്മവിശ്വാസത്തോടെ 2ാം വട്ടം അതിന് കഴിയുമെന്ന് വിചാരിക്കരുത്. ഓരോ തവണയും ഓരോ സ്വഭാവം പ്രതീക്ഷിക്കണം. അനിശ്ചിതത്വങ്ങളുടെ ഹോൺ. അക്ഷാംശവും രേഖാംശവും കൊണ്ട് അടയാളപ്പെടുത്താവുന്നതല്ല ഇവിടുത്തെ കടൽ. ഒരേ സമയവും ലളിതവും ദുഷ്കരവുമായ ഒട്ടേറെ യാഥാർത്ഥ്യങ്ങൾ ഈ കടലാഴങ്ങളിലുണ്ട്. കേപ്പ് ഹോൺ വലം വെക്കുമ്പോൾ നാവികന് മുന്നിലേക്ക് അവയെല്ലാം അറിയാതെ വന്നു ചേർന്നുകൊണ്ടിരിക്കും. മനസ്സിനെ പോലും പിടിച്ചു കുലുക്കുന്ന ഒഴുക്ക് വഞ്ചിയെ നമ്മുടെ നിയന്ത്രണത്തിൽ നിന്ന് മോചിപ്പിച്ചു കൊണ്ടുപോയെന്നിരിക്കും. അനുസരണയില്ലാത്ത തിരകൾ കൊണ്ട് നാവികനെ പ്രക്ഷുബ്ധനാക്കിയ കടൽ ചിലപ്പോൾ കുറച്ചു നേരത്തേക്ക് മനോഹരിയായി മയങ്ങിക്കിടക്കും. ആ കടലിൽ നമ്മൾ സ്വപ്നങ്ങളിൽ നീരാടാൻ തുടങ്ങുന്ന നേരത്താവും വലിയൊരു കൊടുങ്കാറ്റ് വീശിയടിക്കുക. ആടി ഉലയുന്ന വഞ്ചിയുടെ പായകൾ നിയന്ത്രിച്ച് കഴിയുമ്പോഴേക്കും ശരീരത്തിനാകെ വേദനയാവും. ചില നേരങ്ങളിൽ മോഹനസുന്ദര നിമിഷങ്ങൾ സമ്മാനിച്ച അതേ കടൽ തന്നെ ഓർമ്മയിൽ നിന്ന് വലിച്ചെറിയാൻ പ്രേരിപ്പിക്കുന്ന അഭിശപ്ത സന്ദർഭങ്ങളിലേക്ക് എടുത്തിടും. അതിനാൽ ഭൂപടത്തിലെ തലങ്ങും വിലങ്ങുമുള്ള വരകൾ കൊണ്ട് തീർക്കുന്ന കണക്കാഴങ്ങളിലെ കേപ്പ് ഹോൺ അല്ല നാവികന് മുന്നിൽ വിശാലമായി കൈവിരിച്ചു നിൽക്കുക. ഈ മുനമ്പിൽ നാവികന്റെ ആത്മാവുണ്ട്. അതിൽ നിഴലുകളും നിറങ്ങളുമുണ്ട്. ചില നേരങ്ങളിൽ അത് സൗമ്യമായി നാവികന്റെ ഏകാന്തതയെ സ്പർശിക്കും. മറ്റു ചിലപ്പോൾ ജീവിതത്തിന്റെ അനിശ്ചിതത്വങ്ങളെ ഓർമ്മിപ്പിക്കുകയും പേടിപ്പെടുത്തുകയും ചെയ്യും.
എപ്പോഴെങ്കിലുമൊക്കെ കേപ്പ് ഹോൺ ഓമനത്വമുള്ള കൊച്ചുകുട്ടിയാണ്. അല്ലാത്തപ്പോൾ കാരാഗൃഹവാസത്തിൽ മനസ്സ് കരിങ്കല്ലായി പോയ ഒരു കൊടും കുറ്റവാളിയും. കേപ്പ് ഹോൺ വലം വെക്കുന്നതോടെ യാത്രയുടെ 3-ാം ഘട്ടം പൂർത്തിയാവും. അറ്റ്ലാന്റിക് മഹാസമുദ്രത്തിലൂടെ കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പിലേക്കുള്ള യാത്ര 4-ാം ഘട്ടമാണ്. പക്ഷേ പ്രതീക്ഷയുടെ മുൻപിലേക്ക് തിരിയണമെങ്കിൽ കേപ്പ് ഹോൺ എന്ന എവറസ്റ്റ് മറികടക്കണം. മറക്കാനാവാത്ത റിപ്പബ്ലിക് ദിനം. യാത്രാവഴി തീരുമാനിക്കുന്ന നേരത്ത് കേപ്പ് ഹോൺ ചുറ്റാൻ കണക്കാക്കിയ ദിവസം ജനുവരി 26 ആയിരുന്നു, റിപ്പബ്ലിക് ദിനം. എന്നാൽ കടലിൽ കളിവള്ളമെങ്കിലും ഇറക്കിയിട്ടുള്ളവർക്കറിയാം, ഒരിക്കലും മുൻ തീരുമാനങ്ങൾക്കനുസരിച്ച് കരയിലും ആകാശത്തിലും സഞ്ചരിക്കുന്നത് പോലെ കടലിൽ യാത്ര സാധിക്കില്ലെന്ന്. പക്ഷേ മാതേയും ഞാനും ഭാഗ്യത്തിന് അനുഗ്രഹം ഏറെ ഉള്ളവരാണ്. രാജ്യാന്തര ദിനാങ്ക രേഖ പുതുവർഷത്തിൽ മറികടക്കാൻ ഞങ്ങൾ ആഗ്രഹിച്ചു, അത് സാധിച്ചു. ഇപ്പോഴിതാ റിപ്പബ്ലിക് ദിനത്തിൽ കേപ്പ് ഹോൺ ചുറ്റാൻ ഞങ്ങൾ തയ്യാറെടുക്കുകയാണ്. കേപ്പ് ഹോണിലെത്തുമ്പോൾ മാതേയിൽ ഇന്ത്യയുടെ ദേശീയ പതാക ഉയർത്താനും തീരുമാനിച്ചിരുന്നു. മാതൃരാജ്യത്തിന്റെ റിപ്പബ്ലിക് ദിനത്തിൽ കേപ്പ് ഹോണിലൂടെ സഞ്ചരിക്കുന്ന നൗകയിൽ ദേശീയ പതാക ഉയർത്താൻ ഭാഗ്യം ലഭിച്ചവർ ആരെങ്കിലും ഉണ്ടാവുമോ? ഇല്ലെന്നാണ് വിശ്വാസം. ഇതാ ചരിത്ര നിമിഷം. ഇന്ത്യൻ സമയം ഉച്ചയ്ക്ക് 1:45 പസഫിക്കിലൂടെ മാതേയി എന്നയുമായി കേപ്പ് ഹോണിന്റെ രേഖാംശം മറികടന്നു. ചിലിയുടെ കടൽ അതിർത്തി പിന്നിട്ട് അർജന്റീനയുടെ നീലക്കടലിലേക്ക്. ഇന്ത്യയുടെ 64-ാം റിപ്പബ്ലിക് ദിനം. മാതേയിൽ ഇന്ത്യൻ ദേശീയ പതാക ഉയർന്നു. ഭാരതമാതാവിന് ഒരു ഇന്ത്യൻ സൈനികന്റെ അഭിവാദ്യം. പശ്ചാത്തല സംഗീതം ഒരുക്കാൻ നേവി ബാൻഡ് ഇല്ലെങ്കിൽ എന്താ, തിരമാലകൾ അതിനൊരുക്കമായിരുന്നു. തിരകളുടെ ഓളം മനസ്സിലുണർത്തിയത് ദേശീയ ഗാനത്തിലെ വരികളാണ്. ഉച്ഛല ജലധി തരംഗ. കടലും കാറ്റും തണുപ്പുകൊണ്ട് വരിഞ്ഞു മുറുക്കുന്നു. ദേശസ്നേഹം പക്ഷെ സിരകളെ ചൂടുപിടിപ്പിച്ചു കഴിഞ്ഞു. നന്നായി വീശിയടിക്കുന്ന മഞ്ഞു പൊതിഞ്ഞ കാറ്റിൽ ത്രിവർണ പതാക തല ഉയർത്തിപ്പറക്കുന്നു. ആൽബട്രോസ് പക്ഷികൾ അതിനകമ്പടിയായി. തിരയിൽ ഉയർന്നു വന്ന് ഡോൾഫിൻ സംഘങ്ങൾ സല്യൂട്ട് നൽകി. ദേശീയ ബോധത്തിന്റെ തിരകളിൽ മനസ്സിൽ ആത്മാഭിമാനത്തിന്റെ പായ്ക്കപ്പലോടുന്നു. വീട് അരികിലുണ്ട്. വീട്ടുകാർക്ക് വിശേഷങ്ങൾ അറിയാൻ കാണുമല്ലോ, അവരെ വിളിക്കണ്ടേ? അദ്ദേഹം ചോദിച്ചു. ഈ ദിവസത്തിന് വേണ്ടിയായിരുന്നു ഞാൻ കാത്തിരുന്നത്. കടലിലെ എവറസ്റ്റിൽ ഇന്ത്യയുടെ ദേശീയ പതാക പറന്ന ഈ ദിവസം, മാതേയും ഞാനും ചരിത്രം വലം വെച്ച ഈ ദിനം, എന്റെ മാതാപിതാക്കളുടെ 35-ാം വിവാഹ വാർഷികം കൂടിയാണ്. വീട്ടിൽ അച്ഛനും അമ്മയും സന്തുഷ്ടരായിരുന്നു. ഈ വിളിക്കായി അവർ കാത്തിരിപ്പ് തുടങ്ങിയിട്ട് 87 ദിവസങ്ങളായി. തിരികെ നാട്ടിലേക്ക് ഇനി എത്ര ദൂരമെന്ന് പതിവ് പോലെ അമ്മ ചോദിച്ചില്ല. കാരണം അങ്ങനെ ഒരു ചോദ്യം ഇനി അമ്മയ്ക്ക് ഇഷ്ടമില്ല. മാതേയിക്ക് ഒപ്പം കടൽ യാത്രയ്ക്ക് പോകുന്നത് അമ്മയ്ക്ക് താല്പര്യമില്ലായിരുന്നു. ചെറുപ്പത്തിൽ ചെറിയ കുളത്തിൽ നീന്തുന്നത് പോലും അമ്മ പേടിയോടെയാണ് കണ്ടിരുന്നത്. അങ്ങനെ ഒരാൾ എത്ര വലുതായാലും അമ്മയുടെ പേടി മാറില്ലല്ലോ. യാത്ര പുറപ്പെടുന്നതിന് തലേന്ന് മനസ്സിൽ വല്ലാത്തൊരു ഭാരത്തോടെയാണ് വീട്ടിലേക്ക് വിളിച്ചത്. അമ്മയെ ധിക്കരിച്ച് ഒരു യാത്ര എങ്ങനെ സന്തോഷപ്രദമാകും? പക്ഷേ എന്നെ അതിശയിപ്പിച്ചുകൊണ്ടാണ് അമ്മയെന്ന് സംസാരിച്ചത്. നീ പോകണം, ഒരു കുഴപ്പവും ഉണ്ടാകില്ലെന്ന് ഉറപ്പാണ്. പെട്ടെന്ന് അമ്മയ്ക്ക് എന്തു പറ്റിയെന്നോർത്തു. അമ്മ തന്നെ കാര്യം പറഞ്ഞു. ഉറക്കമില്ലാത്ത രാത്രികൾക്കൊടുവിൽ ഒരു ദിവസം പുലർച്ചെ എന്നെ ഓർത്തുകൊണ്ടിരിക്കെ റേഡിയോ ഓൺ ചെയ്തു. അതിൽ അപ്പോഴുണ്ടായിരുന്നത് ഒരു ക്രിസ്തീയ ഭക്തിഗാനമായിരുന്നു. കാറ്റിനെയും കടലിനെയും നിയന്ത്രിപ്പാൻ കഴിവുള്ളോൻ പടവിലുണ്ട്. അമ്മയ്ക്ക് എന്നെ കടലിലേക്ക് പറഞ്ഞയക്കാൻ ആ പാട്ടിലെ ഓർമ്മപ്പെടുത്തൽ ധാരാളമായിരുന്നു. പിടിതരാതെ കേപ്പ് ഹോൺ. കേപ്പ് ഹോൺ മുനമ്പിന് കേവലം 1 മൈൽ തെക്കായിരിക്കുമ്പോഴാണ് മാതേയിൽ ത്രിവർണം പാറിയത്. കനത്ത മൂടൽമഞ്ഞ് കാഴ്ച അവ്യക്തമാക്കിയതിനാൽ അകലെ ഒരു പാടുപോലെ മാത്രമേ മുനമ്പ് ദൃഷ്ടിയിൽപ്പെട്ടുള്ളൂ. ഞങ്ങൾക്ക് മുന്നിൽ ചിരിച്ചുകൊണ്ട് പ്രത്യക്ഷപ്പെടാൻ കേപ്പ് ഹോൺ ഇഷ്ടപ്പെടുന്നില്ല. പ്രത്യേകിച്ചും വിജയ ശ്രീലാളിതനെ പോലെ ആ മുനമ്പിനെ നോക്കുന്ന ഒരു നാവികന് നേർക്ക് നൂറ്റാണ്ടുകളായി തുടരുന്ന ശീലം മാറ്റിവെച്ച് പുഞ്ചിരിക്കാൻ കേപ്പ് ഹോണിന് കഴിയുമോ? മഞ്ഞു പൊതിഞ്ഞ ആ കാഴ്ച തന്നെ ധാരാളം. കരയുടെ കാഴ്ച ഇപ്പോൾ മനസ്സിന് താല്പര്യമില്ലാതായി തുടങ്ങിയിരിക്കുന്നു.
കരയിലേക്ക് എത്ര കടൽ ദൂരം ബാക്കിയുണ്ടെന്ന ആലോചന യാത്രയുടെ തുടക്കത്തിൽ സന്തോഷകരമായ ഒന്നായിരുന്നു. ഇപ്പോൾ അങ്ങനെയല്ല, കര അകലെയായിരിക്കട്ടെ എന്നാണ് തോന്നൽ. മാതേയുടെ മുൻവശത്ത് ദേശീയ പതാക ഉയർത്താനായിരുന്നു ആദ്യം തീരുമാനിച്ചിരുന്നത്. ഈ ചരിത്ര നിമിഷം പകർത്താൻ വീഡിയോ ക്യാമറ ഡെക്കിൽ ഉറപ്പിച്ചു നിർത്തി. കനത്ത കാറ്റിലും മഞ്ഞിലും ചെരിഞ്ഞു നിൽക്കുന്ന മാതേയിലൂടെ കൈപിടിച്ച് ഒരുവിധം മുന്നിലെത്തി. പതാക ഉയർത്താൻ ചരട് കെട്ടുന്നതിനിടെ കടലിന് പെട്ടെന്നൊരു പിണക്കം. വീശിയടിച്ച കാറ്റിൽ മാതേയുടെ പായ ചെന്നു കൊണ്ടത് ക്യാമറയിൽ അത് തെറിച്ച് കടലിൽ വീണു. കാറ്റ് കറക്കി അടിച്ചുകൊണ്ടേയിരുന്നു. ആടി ഉലയുന്ന മാതേയിൽ അവിടെ ദേശീയ പതാക ഉയർത്താൻ സാധിക്കില്ലെന്ന് മനസ്സിലായി. അതോടെ പിന്നിലേക്ക് പോയി. അവിടെ കൈപിടിച്ച് നിൽക്കുന്നത് അപകടകരമായിരുന്നു. തലങ്ങും വിലങ്ങും ദിശയില്ലാതെ ഉലയുമ്പോഴും മാതേയി എന്നെ സംരക്ഷിച്ചു കൊള്ളുമെന്ന് മനസ്സു പറഞ്ഞു. അത് സത്യമായി. കവിത പോലെ ഒരു മുനമ്പ്. കേപ്പ് ഹോൺ പിന്നിടും മുൻപ് അഡ്മിറൽ അവട്ടി, കമാൻഡർ ദോണ്ടെ, രത്നാകർ എന്നിവരെ കൂടി വിളിച്ചു. ഈ യാത്ര എന്നേക്കാൾ ഉപരി അവരുടെ സ്വപ്നമാണല്ലോ. എനിക്ക് സമ്മാനിക്കാൻ അഡ്മിറൽ അവട്ടി ഒരു കവിത തയ്യാറാക്കി വെച്ചിരുന്നു. വൈകാതെ അതെനിക്ക് ലാപ്ടോപ്പിൽ കിട്ടി. അയ്യോ, തറവാട് ഓഫ് വള്ളിയറ ഇൻ ദ കൺട്രി ഓഫ് ദ ഗോഡ്സ്, തൈ സയോൺ അഭിലാഷ് സെയിൽസ് മാതേയി ഫയർ ഓവർസീസ് 7 across the tempestuous ocean nether, from west to east, past the great capes, to conquer watery space of our earth, to the greater glory of Bharat. On the day we proclaimed a republic good and free, 26th of January 2001-3, Madeyi and man will pass the horn, many a gallant sailor's nemesis the thorn, and show the flag to the rock and albatross. To say that Abhilash was there that day in celebration of a nation expectant of greater glory upon the seas at the horn, eastward, to hope the last final mark before turning north into the ocean Indian and home to where it will begin. On prime November the year before, 12/2000 to complete his tryst with destiny. He, Abhilash, will then seek the blessings of the Almighty in the Tarawad of Valliyara. So be it, says I who started it all. DFRLകാരുടെ ബിരിയാണി പൊതി തുറന്നു. അലയടിക്കുന്ന കടലിലും ആഘോഷം മാറ്റിവെക്കുന്നതെങ്ങനെ? മറക്കാൻ പാടില്ലാത്ത ആചാരങ്ങൾ ബാക്കിയുണ്ട്. പുതിയൊരു മദ്യക്കുപ്പി തുറന്നു. ഒരു തുള്ളി കേപ്പ് ഹോണിന്റെ പാദങ്ങളെ തഴുകുന്ന കടലിന് സമ്മാനിച്ചു. ഒരു തുള്ളി എന്റെ പ്രിയതമ മാതേയിക്കും. ഇനി ബാക്കിയുള്ളത് കരയിലേക്കാണ്. ഒരു മദ്യക്കുപ്പിയിൽ ചരിത്രം ഉപ്പ് ചാർത്തിയിരിക്കുന്നു. ഇത് ഞാൻ ആർക്കാണ് സമ്മാനിക്കേണ്ടത്? മഞ്ഞുപാളികളുടെ കടൽ. 3ാം ഘട്ടം ഇവിടെ അവസാനിക്കുകയാണ്. അറ്റ്ലാന്റിക്കിലേക്ക് കടക്കും മുൻപ് പസഫിലേക്ക് ഒരിക്കൽ കൂടി തിരിഞ്ഞു നോക്കി. ആദരവും നന്ദിയും സ്നേഹവും തോന്നിപ്പോകുന്ന കടൽ. അപകടങ്ങൾ ആയിരക്കണക്കിനുണ്ടായിരുന്നിട്ടും പസഫിക് ഞങ്ങളെ വേദനിപ്പിച്ചില്ല. യാത്രയുടെ മിക്ക ദിവസങ്ങളിലും കാഴ്ച അവ്യക്തമായിരുന്നു. മഞ്ഞുമൂടിയ അന്തരീക്ഷത്തിൽ തൊട്ടരികെ ഉള്ളതുപോലും കാണാൻ പ്രയാസം. മഞ്ഞുകട്ടകളുടെ ഭീഷണിയുള്ള കടലാണ് പസഫിക്. കാറ്റിൽ സഞ്ചരിക്കുന്ന വഞ്ചികൾക്ക് ഏറ്റവും ഭീഷണിയുള്ള പ്രദേശം. കാഴ്ച അവ്യക്തമായതിനാൽ കടലിൽ ഉയർന്നു നിൽക്കുന്ന മഞ്ഞുകട്ടകൾ പോലും അടുത്തു വരുമ്പോഴാണ് കണ്ണിൽപ്പെടുക. പെട്ടെന്ന് ദിശ തിരിക്കുക അസാധ്യം. കാറ്റിന്റെ സഹായത്താൽ സഞ്ചരിക്കുന്ന വഞ്ചിയുടെ ദിശ തീരുമാനിക്കുന്നത് ഒരു പരിധിവരെ കാറ്റ് തന്നെയാണല്ലോ. മുഴുവൻ നേരത്തും കടലിലേക്ക് നോക്കിയിരിക്കുക അസാധ്യമാണ്. അങ്ങനെ നോക്കിയിരുന്നിട്ടും പ്രത്യേകിച്ചും പ്രയോജനവുമില്ല. മഞ്ഞുകട്ടകളെക്കുറിച്ച് മാത്രം കടലിൽ പ്രവചനങ്ങൾ എളുപ്പമല്ല. അതിനാൽ സാങ്കേതിക വിദ്യ എത്ര വികസിച്ചാലും കാര്യമില്ല. ഗ്രൗളർ എന്ന് വിളിക്കുന്ന കടൽ നിരപ്പിന് പുറത്തേക്ക് കാണാത്ത കടുപ്പമേറിയ മഞ്ഞുപാറകളുടെ ഭീഷണിയാണ് ഇതിലേറ്റവും വലുത്. ഒരു നാവികനും അത് കണ്ടെത്തുക സാധ്യമല്ല. എത്ര കരുത്തുള്ള വഞ്ചിയായിരുന്നാലും ഗ്രൗളറിൽ തട്ടിയാൽ തകർന്ന് തരിപ്പണമാകും. പസഫിക്കിലെ മഞ്ഞുപാളികളെ കുറിച്ചറിയാൻ ഇന്റർനെറ്റിൽ പലയിടത്തും പരതി. ഫ്രാൻസിൽ നിന്ന് ആരംഭിച്ച് അവിടെ തന്നെ അവസാനിക്കുന്ന ലോക പ്രശസ്തമായ വോണ്ടി ഗ്ലോബ് റേസ് നടക്കുന്നത് ഇതേ സമയത്തായിരുന്നു. ഒറ്റയ്ക്ക് ഒരിടത്തും നിർത്താതെയുള്ള ലോക സഞ്ചാരമാണതും.
അവരുടെ വെബ്സൈറ്റിൽ പസഫിക് സമുദ്രത്തിലെ മഞ്ഞുപാളികളെക്കുറിച്ച് ഏകദേശ വിവരങ്ങൾ ഉണ്ടായിരുന്നു. യാത്രയിൽ അതായിരുന്നു ഏക ആശ്രയം. വോണ്ടി ഗ്ലോബ് റേസിൽ ഇറങ്ങിയ 20 പേരിൽ 10 പേർ മാത്രമേ യാത്ര പൂർത്തിയാക്കിയുള്ളൂ. പക്ഷേ മാതേയും ഞാനും പസഫിക്കിൽ സുരക്ഷിതരായിരുന്നതിന് വോണ്ടി ഗ്ലോബിനെ നന്ദിയോടെ അനുസ്മരിക്കാതെ വയ്യ. ആ ശങ്ക തീർക്കാൻ കടുത്ത തണുപ്പിൽ ചില നേരങ്ങളിൽ ശരീരം ചില വല്ലാത്ത വെല്ലുവിളികളെ നേരിട്ടതുകൂടി പറയാതെ പസഫിക്കിനോട് യാത്ര പറയുന്നത് എങ്ങനെ? 3 ഡിഗ്രി കൊടും തണുപ്പിൽ 5ഉം 6ഉം വസ്ത്രങ്ങൾ വരെ ധരിക്കേണ്ടിയിരുന്നു. അതുകൂടാതെ തണുപ്പിനെ പ്രതിരോധിക്കുന്ന തെർമൽ വെയറും. ഈ സന്നാഹങ്ങളെല്ലാമായി കഴിയുമ്പോഴും ശരീരം ഇടയ്ക്കിടെ മൂത്രമൊഴിക്കുന്ന കാര്യം ഓർമ്മപ്പെടുത്തും. തണുപ്പിൽ ഇടയ്ക്കിടെ അത് അത്യാവശ്യമാണല്ലോ. കടലാണെങ്കിൽ സ്ഥിരം ശല്യപ്പെടുത്തിക്കൊണ്ടേയിരിക്കുമ്പോൾ ഉലയുന്ന ബോട്ടിൽ എങ്ങനെയാ ശങ്ക തീർക്കും? 6 വസ്ത്രങ്ങളും അഴിക്കുക എന്നത് ഒട്ടും എളുപ്പമായിരുന്നില്ല. എന്നിട്ടും അത് സാധിച്ചു. ദൈവത്തിന് നന്ദി. കേപ്പ് ഹോൺ ചുറ്റിയ നാവികൻ ഇനി മുതൽ കേപ്പ് ഹോണറാണ്. കേപ്പ് ഹോണറും മാതേയും അറ്റ്ലാന്റിലേക്ക് കടക്കുകയാണ്. ടൈറ്റാനിക് എന്ന കപ്പൽ മാളികയെ ഒന്നാകെ വിഴുങ്ങിയ കടൽ. എങ്കിലും യാത്ര പ്രതീക്ഷയോട് തീരമായ കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പിലേക്ക് ആണല്ലോ. 10 ഏകാന്തതയുടെ 100 ദിനരാത്രങ്ങൾ. പസഫിക് ഇനി ഓർമ്മയാണ്, അറ്റ്ലാന്റിക് യാഥാർത്ഥ്യവും. ഉറക്കമുണർന്നപ്പോൾ മാതേയി അറ്റ്ലാന്റിക് സമുദ്രത്തിലാണ്. കേപ്പ് ഹോണിൽ നിന്ന് കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പിലേക്കുള്ള യാത്രയുടെ 4ാം ഘട്ടം. യാത്രാദിശ കിഴക്കോട്ടാണെങ്കിലും വടക്കോട്ടുള്ള ഞങ്ങളുടെ പ്രയാണം ആരംഭിക്കുകയാണ്. സാഗർ പരിക്രമ 2 യാത്രയിലെ ഒടുവിലത്തെ മുനമ്പാണ് കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പ്. കേപ്പ് ഹോൺ നാവികരുടെ എവറസ്റ്റ് എന്നാണ് അറിയപ്പെടുന്നതെങ്കിൽ കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പ് കപ്പലുകളുടെ ശ്മശാനമാണ്. ഞങ്ങളെ സംബന്ധിച്ചു പക്ഷേ ഈ മുനമ്പ് അറ്റ്ലാന്റിക്കിൽ നിന്ന് ഇന്ത്യൻ മഹാസമുദ്രത്തിലേക്ക് പ്രവേശിക്കുന്നിടത്തെ ഒരു നാഴികക്കല്ല് മാത്രം. അകലെ വ്യക്തമായി ഒരു ദ്വീപ് കാണാം. കിഴുക്കാൻ തൂക്കായ പാറക്കൂട്ടങ്ങളുടെ പ്രദേശം. മാപ്പിൽ സ്ഥലം ഏതെന്ന് പരിശോധിച്ചു. അർജന്റീനയുടെ ഭാഗമായ എസ്താദോസ് ദ്വീപ്. എല്ലാം തെളിഞ്ഞു കാണാം. കേപ്പ് ഹോൺ കാഴ്ചയിൽ നിന്ന് മറഞ്ഞു നിന്നതിന് പകരമാവാം ഈ ദ്വീപ് ഇത്ര കണ്ട് സുവ്യക്തമായി കണ്ണിൽ നിന്ന് മായാതെ നിൽക്കുന്നത്. അതേസമയം തന്നെ മാതേയുടെ എതിർവശത്തൊരു വഞ്ചിയുടെ പായ ഏറെ അകലെ കണ്ടു. ഏറെ ദിവസങ്ങൾക്ക് ശേഷം കടലിൽ കണ്ടുമുട്ടുന്ന മനുഷ്യ സാന്നിധ്യം. മനസ്സിലൂടെ പലവിധ വികാരങ്ങൾ കടന്നുപോയി. കടൽ പക്ഷികളും ഡോൾഫിനുകളും മാത്രമുള്ള ജീവിതത്തിലേക്ക് വീണ്ടും മനുഷ്യർ കടന്നു വന്നിരിക്കുന്നു. ഒരു സ്ത്രീ ശബ്ദം. പായ്വഞ്ചിയുമായി റേഡിയോയിൽ ബന്ധപ്പെട്ടു. ഒരു സ്ത്രീയാണ് സംസാരിക്കുന്നത്. 88 ദിവസത്തിന് ശേഷം ആദ്യമായാണ് ഒരു സ്ത്രീ ശബ്ദം കേൾക്കുന്നത്. വഞ്ചിയുടെ പേര് എറിക് 12. അർജന്റീനയിൽ നിന്ന് അന്റാർട്ടിക്കയിലേക്കുള്ള യാത്രയിലാണ് അവർ ഉൾപ്പെടുന്ന 12 പേരുടെ സംഘം. ശബ്ദം കേട്ട സ്ഥിതിക്ക് അവരുടെ മുഖമൊന്ന് കാണണമെന്ന് ഒരു തമാശ തോന്നി. അതേക്കുറിച്ച് അവരോട് പറഞ്ഞപ്പോൾ മറുപടി, കടലിലെ ഏകാന്ത സഞ്ചാരിയല്ലേ, ഇപ്പോൾ മുഖം കണ്ടാൽ ശരിയാവില്ല. ഞാൻ മാത്രമല്ല മാതേയും അത് കേട്ട് പൊട്ടിച്ചിരിച്ചു. അറ്റ്ലാന്റിലേക്ക് കടന്നതോടെ കാലാവസ്ഥ മാറിത്തുടങ്ങി. തണുപ്പ് കുറഞ്ഞു. തലേന്ന് 3 ഡിഗ്രി ആയിരുന്നത് ഒറ്റ ദിവസം കൊണ്ട് 10 ഡിഗ്രിയായി. 6 വസ്ത്രം ധരിച്ചിരുന്ന പതിവിനും മാറ്റമായി. വെളുത്ത ചിറകുള്ള ആൽബട്രോസ് പക്ഷികളായിരുന്നു ഇതുവരെ സുഹൃത്തുക്കളെങ്കിൽ ഇപ്പോൾ അവ തവിട്ട് നിറമുള്ള പക്ഷികൾക്ക് വഴിമാറി. പസഫിക്കിലേക്ക് ഏതൊക്കെ കാലാവസ്ഥാ സാഹചര്യങ്ങൾ പിന്നിട്ടാണോ ഞങ്ങൾ എത്തിയത്, അവയെല്ലാം പഴയതുപോലെ തിരികെ വരികയാണ്. അന്തരീക്ഷം മൂടി നിന്ന മഞ്ഞിന്റെ ആവരണം പതിയെ മാറുന്നു. കൊടുങ്കാറ്റിന് നടുവിലേക്ക്. ഇതുവരെ മുന്നോട്ടായിരുന്നു യാത്രയെങ്കിൽ ഒരു മടക്ക യാത്രയുടെ അന്തരീക്ഷം. കടൽ കീഴടക്കാനായിരുന്നു ഇതുവരെ മാതേയും ഞാനും കുതിച്ചതെങ്കിൽ കര അടുത്തെത്താറായി എന്നൊരു തോന്നൽ. മനസ്സിനെ എന്തൊക്കെയോ വിചാരങ്ങൾ പിന്നോട്ട് വലിക്കുന്നു. യോഗ കൊണ്ട് നിയന്ത്രിച്ചു നിർത്തിയിരുന്ന മനസ്സ് പിടിവിട്ടു പോകുന്ന പോലെ. ഏറെ നാളുകൾക്ക് ശേഷം അകലെയാണെങ്കിലും കര കണ്ടതു മുതലാണ് പ്രശ്നങ്ങൾക്ക് തുടക്കം. കരയിലേക്ക് മടങ്ങണമല്ലോ എന്ന തോന്നൽ തന്നെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു. അറ്റ്ലാന്റിക്കിൽ കേപ്പ് ഹോണിനും ഫോക്ലാൻഡ് ദ്വീപിനും ഇടയ്ക്കുള്ള ചെറിയ ദൂരം പിന്നിടാൻ ഞങ്ങൾക്ക് 2 ദിവസം വേണ്ടി വന്നു. വെറുതെ ഇരിക്കുമ്പോഴാണല്ലോ മനസ്സിൽ ഓരോ തോന്നലുകൾ തള്ളിക്കയറുന്നത്. അത് ശരിയല്ലെന്ന് കടലിന് തോന്നിക്കാണും. ജനുവരി 28. സൂര്യൻ ഉദിക്കുന്നതിന് മുൻപേ മാതേയിക്ക് നിയന്ത്രണം നഷ്ടപ്പെട്ടു. ഉറങ്ങുന്ന നേരത്ത് മാതേയി
ഓട്ടോ പൈലറ്റ് സംവിധാനത്തിലാണ് സഞ്ചരിക്കുക. എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായാൽ ഇത് സ്റ്റാൻഡ് ബൈ മോഡിലേക്ക് മാറും. സാധാരണ പ്രശ്നങ്ങൾ ഉണ്ടാവുക ഇങ്ങനെയൊക്കെയാണ്. എന്നാൽ ഇത് അതല്ല കാരണം. പെട്ടെന്നൊരു കാറ്റ് വന്നു. ഞാൻ നിമിഷങ്ങൾ എണ്ണി തുടങ്ങി. അത്രയ്ക്ക് ശക്തമായിരുന്നു അത്. 40 നോട്ടിക്കൽ മൈൽ വേഗമെടുത്ത കാറ്റ് വൈകാതെ 55 നോട്ടിക്കൽ മൈൽ ശക്തിയിൽ വീശാൻ തുടങ്ങി. 3 വട്ടം മാതേയിയുടെ നിയന്ത്രണം പൂർണ്ണമായി നഷ്ടപ്പെട്ടു. ആടി ഉലഞ്ഞു വട്ടം കറങ്ങുന്ന മാതേയിയെ തിരികെ നിയന്ത്രണത്തിലേക്ക് കൊണ്ടുവരണമെങ്കിൽ പായകൾ കാറ്റിനനുസരിച്ച് പുനഃക്രമീകരിച്ചേ മതിയാവൂ. ഈ അവസ്ഥയിൽ അതത്ര എളുപ്പമല്ല. മുൻപൊരിക്കലും ഈ ഒരു സാഹസത്തിന് ഞാൻ മുതിർന്നിട്ടുമില്ല. പക്ഷേ ഇവിടെ അതല്ലാതെ മറ്റൊരു വഴിയുമില്ല. പായകൾ പുനഃക്രമീകരിക്കാൻ കുറച്ചേറെ സമയമെടുത്തു. ആ നേരമെല്ലാം കാറ്റും തിരമാലകളും ചേർന്ന് ഞങ്ങളെ തോന്നിയ പോലെ എടുത്തടിച്ചുകൊണ്ടിരുന്നു. പിടിവിട്ടാൽ ആർ തലയ്ക്കുന്ന കടലിൽ തെറിച്ചു വീഴുമെന്ന അവസ്ഥ. ആ നേരത്തും ഞാൻ മാതേയിയുടെ മേൽത്തട്ടിലായിരുന്നു. പായകൾ കീറി നശിച്ചാൽ മുന്നോട്ട് യാത്ര പറ്റില്ലെന്നാവും. ആ ദുഷ്കരാവസ്ഥയിലും പായകൾക്ക് കേടുവരാതിരിക്കാൻ ഞാൻ കഴിവത് ശ്രമിച്ചു. ആ ശ്രമം വിജയിച്ചു എന്ന് തന്നെ പറയാം. മാതേയി പതിയെ പതിയെ നിയന്ത്രണത്തിലായി. എടുത്തടിക്കുന്ന തിരയിലും അവൾ സമചിത്തതയോടെ എന്നോട് പെരുമാറാൻ തുടങ്ങി. ഹെർക്കുലീസ് സല്യൂട്ട്. ഉച്ച കഴിഞ്ഞപ്പോഴേക്കും കടൽ ശാന്തമായി. അതുവരെ കണ്ടതെല്ലാം കടൽ വിഴുങ്ങിയതുപോലെ. എത്ര വലിയ മാറ്റമെന്ന് ആരും അതിശയിച്ചു പോകും. അത്രമേൽ ശാന്തം, മനോഹരം. ആ നേരത്ത് റേഡിയോയിൽ ഇന്ത്യയുടെ പായ് വഞ്ചി എന്നാരോ വിളിച്ചു പറയുന്നത് കേട്ടു. മാതേയി ആരുടെയോ കണ്ണിൽപ്പെട്ടിരിക്കുന്നു. കടലിൽ ചുറ്റും നോക്കി. കപ്പലുകളോ മറ്റു വഞ്ചികളോ ഒന്നുമില്ല. വലിയൊരു ശബ്ദം അടുത്തു വരുന്നത് കേൾക്കാം. ഈ അതിഥി ആകാശത്ത് നിന്നാണ്. വലിയ ശബ്ദത്തോടെ ബ്രിട്ടീഷ് റോയൽ എയർഫോഴ്സിന്റെ C-130J ഹെർക്കുലീസ് യുദ്ധവിമാനം ആകാശത്ത് ഞങ്ങൾക്കൊപ്പമെത്തി. ഒറ്റയ്ക്ക് ലോകസഞ്ചാരത്തിനിറങ്ങിയ ഇന്ത്യൻ നാവികനോട് അവർക്ക് വല്ലാത്തൊരു സ്നേഹം. ഫോക്ലാൻഡ് ദ്വീപിലേക്കുള്ള പറക്കലിനിടെ ചെറിയൊരു നേരം പോക്കിന് അവർ സമയം കണ്ടെത്തി. അനേകം ദിവസങ്ങളായി ഒറ്റയ്ക്ക് മാതേയിൽ കഴിയുന്ന ഒരു നാവികസേനാ പൈലറ്റിനെ ഉന്മത്തനാക്കാൻ പറ്റുന്ന ചിലത്. ഹെർക്കുലീസ് അഭ്യാസം തുടങ്ങി. കടലിൽ അവ പരമാവധി താഴ്ന്നു പറന്നു. ഞങ്ങൾക്ക് വലം വെച്ചു. താഴ്ന്നു പറക്കുന്നതിനിടെ വിമാനത്തിന്റെ ചിറകുകൾ കുലുക്കിക്കാട്ടി. മാതേയിക്കുള്ള അഭിവാദ്യമായിരുന്നു അത്. 3 വട്ടം അവർ താഴ്ന്നു പറന്നുയർന്നു. തിരികെ കരയിൽ ലാൻഡ് ചെയ്ത ശേഷമാണ് ശരിക്കുള്ള അത്ഭുതം ഞങ്ങളെ തേടിയെത്തിയത്. വിമാനത്തിൽ നിന്ന് അവർ എടുത്ത മാതേയിയുടെ ചിത്രം മെയിലിൽ. അതൊരു കാഴ്ചയായിരുന്നു. യാത്ര തുടങ്ങിയതിനു ശേഷം ആദ്യമാണ് കടലിൽ നിന്ന് മാതേയിയുടെ ചിത്രം കാണുന്നത്. തിരകളില്ലാതെ ശാന്തമായ കടലിൽ മന്ദമൊഴുകുന്ന മാതേയി. കര ദുഃഖത്തിൻ്റെതാണ്. അറ്റ്ലാന്റിക്കിന്റെ വിശാലതയിലേക്ക് കടക്കും മുൻപ് അന്ന് രാത്രി ഒരിക്കൽ കൂടി കരയുടെ കാഴ്ചയെത്തി. ഫോക്ലൻഡ് ദ്വീപിന്റെ തലസ്ഥാനമായ പോർട്ട് സ്റ്റാൻലിക്ക് അധികം അകലക്കൂടെ അല്ലാതെ കടന്നു പോകാൻ ശ്രമിച്ചെങ്കിലും കാറ്റ് സമ്മതിച്ചില്ല. ദിശ മാറ്റി കാറ്റു വീശി. ആ കബളിപ്പിക്കലിൽ ഞങ്ങൾ ചെന്ന് നിന്നത് ഫോക്ലൻഡ് ദ്വീപിന് 60 നോട്ടിക്കൽ മൈൽ അകലെ. ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന്റെ ഭാഗമായ ഫോക്ലൻഡ് ഐലൻഡിനെ കുറിച്ചുള്ള ഓർമ്മകളിലേക്കാണ് ആ കാഴ്ച കൊണ്ടെത്തിച്ചത്. കമാൻഡർ ദിലീപ് ദോണ്ടയുടെ സാഗര സഞ്ചാരത്തിൽ ഒരു സ്റ്റോപ്പ് ഇവിടെയായിരുന്നു. ചെമ്മരിയാടുകളുടെ നാട്. പെൻഗ്വിനുകൾ, വിവിധതരം നീർനായകൾ, ഡോൾഫിനുകൾ, വന്യമൃഗങ്ങൾ എന്നിങ്ങനെ ജൈവ വൈവിധ്യമായ പ്രദേശം. കരയെക്കുറിച്ചുള്ള ഓർമ്മകൾ വീണ്ടുമെത്തി. അതോടെ സംഘർഷം കൂടി. എന്തൊക്കെ മനോവികാരങ്ങളാണ് മനസ്സിൽ അലയടിച്ചെത്തുകയെന്ന് ആർക്കാണ് പറയാൻ കഴിയുക? ഇനി കരയിലേക്ക് പോകേണ്ടെന്ന് മനസ്സ് പറയുന്നു. എത്ര ശ്രമിച്ചിട്ടും മനസ്സിന്റെ പിടി വിടുവിച്ച് മാതേയിയെ കരയിലേക്ക് നയിക്കാൻ കഴിയുന്നുമില്ല. 2 ദിവസം മാതേയി 90 ഡിഗ്രി ചുറ്റാൻ കറങ്ങി. ഫലത്തിൽ ഒരിടത്തേക്കുമല്ലാതെ 2 ദിവസത്തെ വട്ടം കറങ്ങൽ. മനസ്സും അതിനൊപ്പം കറങ്ങിക്കൊണ്ടിരുന്നു. എങ്ങനെയെങ്കിലും ഈ അവസ്ഥയിൽ നിന്ന് രക്ഷപ്പെടണമെന്ന് മനസ്സിനുണ്ട്. എന്തെങ്കിലും ഉപായം കണ്ടെത്തിയേ മതിയാവൂ. ഇതാ ഒരു സമ്മാനം. കേപ്പ് ഹോൺ വലം വെച്ചതിന് ഞാൻ എനിക്ക് തന്നെ എന്തെങ്കിലും ഒരു സമ്മാനം നൽകുമെന്ന് തീരുമാനിച്ചിരുന്നു. ആ സമ്മാനം എന്തെന്ന് ഇപ്പോൾ ഉറപ്പിക്കണം. കരയിലേക്ക് പോകാൻ അതൊരു മതിയായ കാരണമാവും. പുതിയൊരു ലാപ്ടോപ്പ് ആയിരുന്നു മനസ്സിൽ ഉദ്ദേശിച്ച സമ്മാനം. അതിലേക്ക് ചിന്തകൾ ചൂണ്ട കുരുത്തിട്ടു. അതോടെ കടലിന്റെ പിടിവിട്ട് മനസ്സ് സ്വതന്ത്രമായി. കര
പ്രതീക്ഷകളുടേതായി മാതേയി വീണ്ടും അക്ഷാംശ രേഖാംശങ്ങൾക്കിടയിലൂടെ കുതിപ്പ് പുനരാരംഭിച്ചു. ഒപ്പം അറ്റ്ലാന്റിക് പ്രയാണം വേഗം തീർക്കണമെന്ന് ഒരു വാശി കൂടി മനസ്സിൽ കയറിക്കൂടി. വ്യക്തിപരമായ ഒരു റെക്കോർഡാണ് മനസ്സിൽ. അത് മനസ്സിലാക്കിയിട്ടോ എന്തോ നല്ല കാറ്റ് വീശാൻ തുടങ്ങി. ശരാശരി 180 നോട്ടിക്കൽ മൈൽ ദൂരം പിന്നിടാനുള്ള കരുത്ത് ആ കാറ്റിനുണ്ടായിരുന്നു. ചില ദിവസങ്ങളിൽ 200 നോട്ടിക്കൽ മൈലിൽ കൂടുതലും ഞങ്ങൾ സഞ്ചരിച്ചു. കമാൻഡർ ദോണ്ടയുടെ യാത്രയായിരുന്നു ഞങ്ങളുടെ ഏകാന്ത യാത്രയ്ക്ക് പല കാര്യങ്ങളിലും അവലംബമാക്കിയിരുന്നത്. മുംബൈയിൽ നിന്ന് തിരിക്കുമ്പോഴുള്ള കണക്കനുസരിച്ച് മാതേയിലെ സംവിധാനങ്ങളിൽ പകുതിയും ഇവിടെ എത്തുമ്പോഴേക്കും താറുമാറായിട്ടുണ്ടാവുമെന്നാണ് കരുതിയത്. എന്നാൽ എല്ലാം ഭദ്രമായി തുടരുന്നു. യാത്ര പൂർത്തിയാക്കാൻ ആഗ്രഹിക്കുന്ന നാവികന് തന്റെ ദിശയിലേക്ക് വീശുന്ന ഒരു കാറ്റ് കിട്ടുന്നതിന് തുല്യമാണത്. ഹാപ്പി ബർത്ത്ഡേ. പസഫിക് സമുദ്രത്തിൽ മഞ്ഞുപാളികളുടെ ഭീഷണി ഉണ്ടെങ്കിൽ അറ്റ്ലാന്റിക്കിൽ അതില്ല. അന്തരീക്ഷത്തിൽ മഞ്ഞിന്റെ അംശമുണ്ടെങ്കിലും മേഘങ്ങളില്ലാത്ത ആകാശത്ത് സൂര്യൻ നിറഞ്ഞു നിൽക്കുന്നുണ്ടാവും. പൊതുവെ സുഖകരമായ കാലാവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ എത്തുന്നത്. ഫെബ്രുവരി 5 മാതേയിക്കൊപ്പം ഞാൻ 34ാം ജന്മദിനം ആഘോഷിക്കുകയാണ്. 34 ഡിഗ്രി പടിഞ്ഞാറ് ദിശയിലായിരുന്നു ഞങ്ങളപ്പോൾ. ദക്ഷിണ അറ്റ്ലാന്റിക്കിലെ ഈ ജന്മദിനത്തിന് വിഭവങ്ങൾ ഒട്ടേറെ. സ്ട്രോബെറി ഐസ്ക്രീം, 97 ദിവസം കഴിഞ്ഞിട്ടും കേടുകൂടാതെ തുടരുന്ന ആപ്പിളുകൾ, DFRL വിഭവങ്ങളായ ഹൽവയും മറ്റു മധുര പലഹാരങ്ങളും എല്ലാം ചേർന്ന് ഉത്സവാഘോഷമായിരുന്നു അത്. അറ്റ്ലാന്റിക് സമുദ്രത്തിൽ ഞാൻ ജന്മദിനം ആഘോഷിക്കുന്നത് ഇത് 3ാം തവണ. കേപ്പ് ടൗണിൽ നിന്ന് റിയോ ഡി ജനീറോയിലേക്കുള്ള റേസിന് പോകുന്ന വഴിയിലായിരുന്നു ഒന്ന്. കമാൻഡർ ദോണ്ടയുടെ യാത്രയുടെ ഭാഗമായി ഫോക്ലൻഡ് ഐലൻഡ്സിലായിരിക്കെ 2ാം തവണ. ഇത് 3ാമത്തെ അറ്റ്ലാന്റിക് ജന്മദിനം. കാറ്റും കടലും ഞങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിച്ചു. അന്ന് 205 നോട്ടിക്കൽ മൈൽ ദൂരമാണ് ഞങ്ങൾ പിന്നിട്ടത്. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി ആശംസാ സന്ദേശങ്ങളുടെ ഉജ്ജ്വല പ്രവാഹമായിരുന്നു. ചിലർ ഇന്ത്യൻ സമയമനുസരിച്ചാണ് ജന്മദിനം ആശംസിച്ചത്. മറ്റു ചിലർ അവരുടെ നാടുകളിലെ സമയത്തെയാണ് എൻ്റെ ജന്മദിനത്തിനും ആധാരമാക്കിയത്. ഞാനിപ്പോഴും രാജ്യാന്തര ദിനാങ്ക രേഖയ്ക്കപ്പുറത്താണെന്ന് വിചാരിച്ചാവും ചിലരൊക്കെ ഒരു ദിവസം മുൻപേയും ആശംസ അയച്ച് കൃത്യനിഷ്ഠയുള്ളവരായി. തിമിംഗല ദർശനം. ഏറെക്കുറെ കടൽ ശാന്തമായിരുന്ന നേരത്താണ് വലിയൊരു തിരയിളക്കം. മാതേയിയുടെ ഏറെ അകലെയല്ലാതെ മുന്നിൽ കണ്ടത്. കാറ്റിന്റെ ഇടപെടൽ കൂടാതെ പെട്ടെന്ന് തിരയിളകാൻ കാരണമെന്താവും? കടലിലെ ഭീമൻ മത്സ്യം തിമിംഗലത്തിന്റെ വരവായിരുന്നു അത്. യാത്രയ്ക്കിടെ 1-2 വട്ടം തിമിംഗലത്തെ അകലെ കണ്ടെങ്കിലും ഇത്ര അടുത്ത് ഇതാദ്യം. ജലോപരിതലത്തിലേക്ക് ചെറുതായി ഒന്ന് ഉയർന്നു പൊങ്ങിയതിന്റെ തിരയിളക്കമാണ് മാതേയിയെ പിടിച്ചു കുലുക്കിയത്. ഒരു നിമിഷം നെഞ്ചൊന്നു പിടിച്ചു. തിമിംഗലം പെട്ടെന്ന് തിരിഞ്ഞാൽ മാതേയിയെ തകിടം മറിക്കാൻ അതിന് കഴിഞ്ഞെന്നിരിക്കും. എന്തെങ്കിലും ചെയ്യാനുള്ള സാവകാശമില്ല. വരാനുള്ളതിനായി കാത്തിരിക്കുകയല്ലാതെ മറ്റൊരു വഴിയില്ല. പക്ഷെ ഭാഗ്യം ഞങ്ങൾക്കൊപ്പമുണ്ടായിരുന്നു. മാതേയിയെ ശല്യപ്പെടുത്താതെ ആ തിമിംഗലം കടലാഴങ്ങളിലേക്ക് തന്നെ മടങ്ങി. ഉപരിതലത്തിലേക്ക് ചെറുതായി ഒന്ന് ഉയർന്നതിന്റെ അലകൾ കുറെ നേരം കടലിൽ ബാക്കിയായി. 100 കടൽ ദിനങ്ങൾ. ഫെബ്രുവരി 9 സാഗർ പരിക്രമ 2ന്റെ ഭാഗമായ മാതേയിയും ഞാനും കടലിൽ 100 ദിനങ്ങൾ പിന്നിട്ടു. ഏകാന്തതയുടെ 100 കടൽ ദിനങ്ങൾ. അപ്പോഴേക്കും ഞങ്ങൾ ഏകദേശം 15,000 മൈൽ ദൂരം സഞ്ചരിച്ചു കഴിഞ്ഞിരുന്നു. കടൽ വഴിയിലെ 3 മഹാമുനമ്പുകളിൽ 2 വലം വെച്ചു. മഹാസമുദ്രങ്ങളിലെ വെല്ലുവിളികളെ ഒട്ടൊക്കെ നേരിട്ടു. കടൽ യാത്രക്കിറങ്ങിയ മറ്റാരെയും എന്ന പോലെ മാതേയിയും ഞാനും ഇതുവരെ വിജയിച്ചു. അലറുന്ന കടലിന് മുന്നിൽ ഞങ്ങൾ പതറിയില്ല. അലിയുന്ന കടലിന് മുന്നിൽ അലസത കാട്ടിയതുമില്ല. മാതേയിയും അവളുടെ പുരുഷനും കടലിനെ പോലെ തന്നെ ജീവിതം ആഘോഷിക്കുന്നു. ഈ നേരത്ത് കേപ്പ് ഹോൺ ഒരിക്കൽ കൂടി കറങ്ങി വരാൻ നാവികസേന ആവശ്യപ്പെട്ടാൽ ഞങ്ങളത് ആവേശപൂർവ്വം ഏറ്റെടുക്കുമായിരുന്നു. ആരും അത് പറഞ്ഞില്ല. എന്ത് ചെയ്യാൻ? ഇനി കുറച്ചു വേഗത്തിൽ യാത്ര തുടർന്നേ മതിയാവും. കടൽ ജലത്തിന്റെ തണുപ്പ് കുറയാൻ കാത്തിരിക്കുകയാണ് ഞാൻ. കുളിച്ചിട്ട് 50 ദിവസം കഴിയുന്നു. 11 പ്രതീക്ഷയുടെ മുനമ്പിൽ. കടലിൽ കുളിയൊരു പ്രശ്നമല്ല. മാതേയും ഞാനും മാത്രമുള്ളപ്പോൾ കൊടും തണുപ്പിൽ കുളിക്കാത്തതിന്റെ പേരിൽ ആത്മവിശ്വാസത്തിന് ഒരു കുറവും വരില്ല. പക്ഷെ ഇപ്പോൾ പോപ്കോൺ തീർന്നു പോയിരിക്കുന്നു.
ഇനി കരയിലെത്താതെ രക്ഷയില്ല. യാത്ര പൂർത്തിയാകും വരെ കഴിക്കാൻ പോപ്കോൺ ഉണ്ടായിരുന്നു. എന്നാൽ തിരയും കാറ്റും ശക്തിയിൽ ആഞ്ഞടിച്ചതിന് ശേഷം വന്ന ആശ്വാസ നേരങ്ങളിലെല്ലാം പോപ്കോൺ റേഷൻ തെറ്റിച്ച് അകത്താക്കിക്കൊണ്ടിരുന്നു. ഇനിയിപ്പോൾ കരയിലെത്താതെ പോപ്കോൺ കിട്ടില്ല. മാതേയിക്ക് എന്റെ സങ്കടം പിടികിട്ടിയ പോലെ അറ്റ്ലാന്റിക്കിൽ ഞങ്ങളുടെ പ്രയാണത്തിന് വേഗം കൂട്ടാൻ നല്ല കാറ്റും ഒപ്പമെത്തി. മുംബൈയിൽ തിരിച്ചെത്തിയാലുടൻ ഏറ്റവും പുതിയ റിലീസ് സിനിമയ്ക്ക് കയറണമെന്ന് വരെ തീരുമാനിച്ചു കഴിഞ്ഞു. കാരണം ആത്മവിശ്വാസത്തിന്റെ കടലിലാണ് ഇപ്പോൾ ഞങ്ങൾ. അറ്റ്ലാന്റിക്കും അത് കഴിഞ്ഞുള്ള ഇന്ത്യൻ മഹാസമുദ്രവും പരിചയക്കാർ. മാതേയി 3 വട്ടവും ഞാൻ 2 തവണയും ഈ വഴി കടന്നുപോയിട്ടുണ്ട്. അതിലൊരു യാത്രയിൽ ഞാനും മാതേയിയും ഒറ്റയ്ക്കായിരുന്നു. അപ്പോൾ പിന്നെ കരയിലേക്ക് കണ്ണുകൊരുക്കാമെന്ന് മനസ്സിൽ തീരുമാനിച്ചു. യാത്രയിലെ അടിയന്തരാവസ്ഥകൾ ഏറെക്കുറെ പിന്നിട്ട് കഴിഞ്ഞെന്നും കരുതി. ഇനിയുള്ള പ്രയാണം കൂടുതൽ എളുപ്പമാകുമെന്ന തോന്നൽ മാതേയിയുടെ വേഗം കൂട്ടാൻ പ്രേരിപ്പിച്ചുകൊണ്ടിരുന്നു.